ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കോഴിക്കോട് ജില്ലയിൽ കക്കയം ഡാമിനോടടുത്താണ് ഉരക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഡാമിൽ നിന്നും 2 കിലോമീറ്റർ ദൂരമുണ്ട് ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലോട്ട്. 150 രൂപ കൊടുത്താൽ ജീപ്പ് സർവീസ് ലഭ്യമാണ്. അത്യാവശ്യം മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. രാവിലെ ഭക്ഷണമൊക്കെ ആയിട്ട് വന്നാൽ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ കഴിച്ചിട്ട് വൈകിട്ട് യാത്ര പറയാവുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ്. വെള്ളച്ചാട്ടത്തിനോടടുത്ത് ഗൈഡിൻ്റെ സഹായവും ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി മുകളിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏക തിരച്ചിലില്ലാത്ത വെള്ളച്ചാട്ടം കൂടിയാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത്. അബദ്ധവശാൽ ആരെങ്കിലും വീണു പോയാൽ തന്നെ ബോഡി പോലും കിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പാലം പോയത് 2015 പ്രളയം വന്നാൽ പോയതാണ് ഈ പാലം. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി വരുന്നുണ്ട്. പാലം കൂടുതലുള്ളായിരുന്നു. അങ്ങനെ പോയതാണ് ഈ പാലം. നമ്മൾ വരുമ്പോൾ ഡാമിൽ വെള്ളം കിടക്കുന്നുണ്ടില്ലായിരുന്നു. അത് എവിടുന്ന വരുന്നതെന്നറിയാം. വയനാട്ടിലെ വാണാസുര ഡാം പോയിട്ടുണ്ട്. അവിടുന്ന് തുറന്ന വഴി വെള്ളം വരുന്നത്. ഇവിടുന്ന് 2 പൈപ്പിനെ വഴി കക്കയം കോർപ്പറേഷനിലേക്ക് നിങ്ങൾ വരുമ്പോൾ മലകൊണ്ട് പൈപ്പാണ് ഇറങ്ങി. അവിടുന്ന് കറണ്ട് ഉത്പാദിപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളം പോകുന്നത് തിരുവണ്ണാമല ഡാമിലേക്കാണ്. അവിടെ വെള്ളം എത്തി കഴിഞ്ഞാൽ കൃഷിക്ക് ആവശ്യമായി സംഭവിക്കും. മഴക്കാലത്ത് കറണ്ട് എടുക്കാൻ കഴിയും. അല്ലാതെ കുട്ടയിൽ നട്ട് ചെറുപ്പത്തിലുള്ള വെള്ളം ഇത് വന്യമൃഗ സംരക്ഷണമില്ല. അത് ആന കഴുകി കുടി വെള്ളം എല്ലാം കിട്ടും. അത് ഓർക്കുക ഒരു താഴോട്ട് പോവുക. ഓക്കെ. ഡാമിനോട് ചേർന്ന് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ തിരക്കില്ലാത്ത നല്ലൊരു ശാന്തമായ ഒരു ഏരിയയാണ്. റിലാക്സിനും എല്ലാം പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഇവിടെ. അതുപോലെ സ്പീഡ് ബോട്ടിൻ്റെ സേവനം കൂടെ ഉണ്ട്. നമ്മുടെ കക്കയം ഡാമിൻ്റെ ചെറു വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം.